10ാം ദിവസവും ഇറാനെതിരെ ശക്തമായ ആക്രമണം തുടർന്ന US അമേരിക്കൻ സൈനികർക്ക് നേരെയുണ്ടാകുന്ന ഓരോ ആക്രമണങ്ങൾക്കും തിരിച്ചടി നൽകുമെന്ന് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പുണ്ട്. മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർക്കെല്ലാം ഇക്കാര്യം നിർദ്ദേശമായി നൽകിക്കഴിഞ്ഞെന്നും അദ്ദേഹം സമൂഹമാധ്യമക്കുറിപ്പിൽ പറഞ്ഞു. അതേസമയം കുവൈറ്റിലും ബഹ്റൈനിലും ആക്രമണം നടത്തിയ ഇറാൻ നിലപാടിനെ അപലപിച്ച് ഖത്തറും രംഗത്തെത്തിയിട്ടുണ്ട്. ഈ വാർത്തയുടെ വിവരങ്ങൾ ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ് ആണ് നൽകുന്നത്. ഐസൺ, അങ്ങനെ വീണ്ടും പശ്ചിമേഷ്യ അശാന്തമായിരിക്കുന്നു. അതായത് ഈ സമാധാന കരാർ ഞങ്ങൾ അങ്ങ് ലംഘിക്കുകയാണ് എന്ന് ഇറാൻ കഴിഞ്ഞ ദിവസമാണ് വ്യക്തമാക്കിയത്. ഇപ്പോൾ ഈ ഗൾഫ് മേഖലയിലെല്ലാം ആഞ്ഞടിക്കുകയാണ്. പ്രത്യേകിച്ച് ഖത്തറിലായാലും ബഹ്റൈനിലായാലും ഒക്കെ വലിയ ആക്രമണമാണ് ഇറാൻ അഴിച്ചുവിടുന്നത്. എന്തായാലും ട്രംപ് മിണ്ടാതിരിക്കുന്നില്ല. ശക്തമായ തിരിച്ചടി അമേരിക്ക നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്താണ് ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ? ഐസൺ. ആതിര, വിനോദ്, നിലവിലെ സാഹചര്യങ്ങളനുസരിച്ച് ഏറ്റവും ഗൗരവമേറിയ ചില പശ്ചാത്തലങ്ങളുണ്ട് എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ചതുപോലെ പല വിഷയങ്ങളും, അതായത് ട്രംപിൻ്റെ സൂചന, അതായത് കൃത്യമായൊരു മുന്നറിയിപ്പ് തന്നെയാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. ഇന്നലെ ഔദ്യോഗികമായി തന്നെ അദ്ദേഹം ആ മുന്നറിയിപ്പ് നൽകുകയും ഇന്ന് സമൂഹ മാധ്യമത്തിൽ വീണ്ടും കുറിക്കുകയും ചെയ്തു. അതിൽ പറഞ്ഞിരിക്കുന്നത് അമേരിക്കയുടെ സൈനികർക്ക് നേരെ, അത് വിവിധ ഇടങ്ങളിൽ, അത് പശ്ചിമേഷ്യൻ രാജ്യങ്ങളിൽ വിവിധ ഇടങ്ങളിലൊക്കെ വിന്യസിച്ചിട്ടുള്ള സൈനികരുണ്ട്, അവർക്ക് നേരെ ഉണ്ടാകുന്ന ആക്രമണങ്ങൾക്ക് പല മടങ്ങായി തിരിച്ചടി നൽകുമെന്നൊരു നിലപാടാണ് അദ്ദേഹം അറിയിച്ചിരിക്കുന്നത്. അതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് 3 സൈനികരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ കൊല്ലപ്പെട്ടത്. അത് ജോർദാനിലും അതുപോലെ തന്നെ ഇറാഖിലുമൊക്കെയാണ് ആ സംഭവങ്ങളുണ്ടായത്. ഗുരുതരമായി പരിക്കേറ്റ നിരവധി പേരുണ്ട്. അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായപ്പോൾ സ്വാഭാവികമായും അതിശക്തമായൊരു തിരിച്ചടി അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇറാനോട് ഉണ്ടാകും എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിച്ചിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി 10ാം ദിവസവും നമുക്കറിയാവുന്നതാണ്, തുടർച്ചയായി 10 ദിവസം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അമേരിക്ക. അത് കൃത്യമായി US സെൻട്രൽ കമാൻഡ് സ്ഥിരീകരിക്കുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഹോർമൂസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് നേരെയുള്ള ശക്തമായ സുരക്ഷ ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ആക്രമണങ്ങളാണ് ഇറാനെതിരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇറാനെതിരെ നടക്കുന്ന ഓരോ ആക്രമണങ്ങളും ഇറാൻ്റെ ഹോർമൂസിലെ ശക്തി ക്ഷയിപ്പിക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ്. നമുക്കറിയാവുന്നതാണ്, ഹോർമൂസിലെ ബന്ദർ അബ്ബാസ് പോർട്ടുമായി ചേർന്നിരിക്കുന്ന പ്രദേശത്ത് കുറേ കൂടി ഇടുങ്ങിയ കടലിടുക്ക് പ്രദേശമാണ്. ആ പ്രദേശത്താണ് ഇത്തരത്തിൽ ബ്ലോക്കേഡ് ഉണ്ടാക്കുന്ന ഒരു നീക്കം ഇറാൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതിന് മറുപടിയായി സ്വാഭാവികമായും അമേരിക്കയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന നീക്കം ഇറാൻ്റെ പോർട്ടുകളിലേക്ക് വരുന്ന കപ്പലുകളെ മുഴുവൻ തടയുക എന്നൊരു നീക്കമാണ്. അത്തരത്തിലൊരു നീക്കത്തിൻ്റെ ഭാഗമായി 6 കപ്പലുകളെ തടഞ്ഞതായും ഒരു കപ്പലിന് നേരെ ആക്രമണം നടത്തി അതിൻ്റെ സഞ്ചരിക്കാനുള്ള ശേഷി നശിപ്പിച്ചതായും കൃത്യമായി അറിയിക്കുകയും ചെയ്യുന്നുണ്ട്. കർശനമായ നടപടികൾ തുടരുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഇറാനെതിരെ തിരിയുന്നൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അത് സൗദി അറേബ്യ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളെ ആക്രമിക്കുന്നൊരു നീക്കം ഒട്ടും തന്നെ അംഗീകരിക്കാനാവില്ല എന്ന കൃത്യമായ നിലപാട് തന്നെയാണ് ഖത്തറിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. മധ്യസ്ഥ രാജ്യമായ ഖത്തർ പോലും ഈ എതിർപ്പ് അറിയിക്കുന്ന ഒരു സാഹചര്യം, അതുപോലെ തന്നെ നേരത്തെ അതിൽ സൂചിപ്പിച്ചതുപോലെ 14-ന് സമാധാന നിർദ്ദേശം അന്ന് പിന്മാറാനുള്ള ഇറാൻ്റെ നീക്കം, ഇതെല്ലാം തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാക്കുന്ന സാഹചര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുന്നുവെന്നാണ് അറിയാൻ സാധിക്കുന്നത്. വ്യക്തമാണ്. പശ്ചിമേഷ്യയിലെ സ്ഥിതിഗതികൾ അത്ര ശാന്തമല്ല, ഗുരുതരമായി തുടരുന്നു എന്നുള്ളതാണ്. ശക്തമായ രീതിയിലാണ് അമേരിക്ക ഇറാനെതിരെ ആഞ്ഞടിക്കുന്നത്. എന്തായാലും ഖത്തർ തുടങ്ങിയ രാജ്യങ്ങളും ഇറാനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുകയാണ്. വിവരങ്ങൾ നോക്കുകയായിരുന്നു ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും ഐസൺ ജോസ്.